ഹായ് വിബേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കറണ്ട് എനർജി നോക്കിയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഡിസയർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഇവർ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നുണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ടൈം പീരീഡ് വളരെ നല്ലതാണ് ഇവർക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ വലിയൊരു സ്റ്റെപ്പ് ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മേജറായിട്ടുള്ള എന്തോ ഒരു സ്റ്റെപ്പ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ വളരെ വലിയ ദേഷ്യത്തിലായിരിക്കും ഈ ഒരു സ്റ്റെപ്പ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പോകുന്നത്. അതായത് സ്റ്റെപ്പ് ബേൺ ആയിട്ടുള്ള എനർജിയാണ് ഇവരുടേത്. അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞു, അത് പറഞ്ഞതാണ്, പിന്നെ അതിൽ എനിക്ക് സംസാരം വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആ ഒരു എനർജി. ഇവരുടെ ഹോപ്സ് എന്താണോ അതിൽ ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അത് ഉറപ്പായിട്ട് സംഭവിക്കും. ഇവിടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായെങ്കിൽ, ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സപ്പോർട്ട് ഫ്യൂച്ചറിൽ വേണമെന്ന് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ ചില മിറാക്കിൾ സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാറില്ലേ, എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ച് നമ്മൾ രണ്ടുപേരും ഒന്നാവണേ എന്ന്. അതേപോലെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പെട്ടെന്നായിരിക്കും സഡനായിട്ട് ആ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് ഫുൾഫിൽ ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷനിലാണ് ഉള്ളത്. ഇവർ ഹോപ്പ് ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ എത്രയും പെട്ടെന്ന് യൂണിയൻ ആകണമെന്നാണ്. ഇവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നാകണമെന്നാണ്. കാരണം നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള കപ്പിളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിലും ഇവിടെ ഇവർ പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ ഒന്നാകണമെന്നാണ്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ദുഃഖത്തിലാണ് ഉള്ളത്, എൻസൈറ്റിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഡിപ്രഷനിലുമാണ്. അപ്പോൾ ഇവർക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമെന്ന്. ഇവിടെ 99 പോർട്ടലിൻ്റെ അടുത്ത് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെത്തിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ചില സിറ്റുവേഷൻസ്, ചില ആൾക്കാർ നമ്മളെ ജീവിതത്തിൽ നിന്ന് റിലീസായി പോകുന്നതായിട്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷനിലായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി ഇവർ കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് വരുന്നതാണ് ഈ ഒരു 99 പോർട്ടൽ എത്താറാകുമ്പോൾ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് പോസിറ്റിവിറ്റിക്ക് നേരെയാണ് ആ ഒരു ആക്ഷൻ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ ഇവരുടെ ഡെസ്റ്റിനി ഉണ്ട് എങ്കിൽ നിങ്ങൾ പ്രസന്നരായിരിക്കേണ്ടതാണ്. കാരണം നിങ്ങളുമായിട്ട് ഇവരുടെ ഡെസ്റ്റിനി ഉണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവരുടെ വിഷൻ എന്ന് പറയുന്നത് ഇവർ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവർക്ക് ആക്ഷൻ എടുക്കണം. അതായത് മാരേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഇനി കറണ്ട് ഫീലിംഗ് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ള നോക്കൗട്ട് സിറ്റുവേഷൻ മാറി കോണ്ടാക്ട് സിറ്റുവേഷനിലാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എങ്കിൽ ഇവിടെ ഏത് സൈഡാണോ ഇവർ ബന്ധനത്തിൽ നിന്ന് മുക്തരാവാൻ ആഗ്രഹിക്കുന്ന അവർക്ക് നേരെ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒന്ന് അവസാനിക്കും മുമ്പായിട്ടുള്ള ആ ഒരു സൈലൻ്റ് ഇല്ലേ, അതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കലി നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവർക്കറിയാം ഇവർ സ്ട്രെങ്തിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്താൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ സ്ട്രെങ്തിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളുമായിട്ടൊരു കണക്ഷനും ഇവർക്ക് ഫീലാകുന്നുണ്ട്. ഇവർക്ക് തോന്നുന്നത് ഈ ഒരു കണക്ഷനിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും ദൂരെ പോകുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ദൂരെ പോയാൽ ഇവർക്ക് ഒരിക്കലും ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് തോന്നത്തില്ലേ നമ്മളുമായിട്ടുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന്. അതേപോലെ നിങ്ങളുടെ പേഴ്സണും തോന്നുകയാണിപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന്. ചില ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, അതായത് എൻ്റെ കാർമിക് പാർട്ട്ണർ എൻ്റെ അടുത്ത് വരുമോ തിരികെ, ഇല്ലെങ്കിൽ എൻ്റെ സോൾമേറ്റ് എൻ്റെ അടുത്ത് തിരികെ വരുമോ, അല്ലെങ്കിൽ എൻ്റെ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള എൻ്റെ പാർട്ട്ണർ എൻ്റെ അടുത്തേക്ക് വരുമോ, എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ ഒരിക്കലും ഡൗട്ട് ചെയ്യാൻ പാടില്ല.
ഇനി വേറൊരു കാര്യം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടേതാണ് എങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. അല്ല, നിങ്ങളുടേതല്ല എങ്കിൽ അവർ ഒരിക്കലും വരത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചാലും ഒരു കാര്യവുമില്ല. കാരണം ഡെസ്റ്റിനിയിൽ നിങ്ങളുമായിട്ട് അവർക്ക് ഒരു ജീവിതം ഇല്ല. അപ്പോൾ ഒരിക്കലും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരത്തില്ല. ഇവിടെ പല ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ ഒരു സൈഡ് മാത്രമായിരിക്കും എഫേർട്ടും ഇൻറ്റൻസിറ്റിയും ഉള്ളത്. ഒരു സൈഡ് ഒരു എഫേർട്ടോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. രണ്ട് സൈഡ് ഒരേപോലെ എഫേർട്ടും ഇൻറ്റൻസിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ജീവിതം സക്സസ് ആവുകയുള്ളൂ, ആ ഒരു സ്നേഹം സക്സസ് ആവുകയുള്ളൂ. അങ്ങനെ രണ്ട് സൈഡും ഒരേപോലെ എഫേർട്ടും ഇൻറ്റൻസിറ്റിയും ഉള്ളപ്പോഴാണ് യൂണിയൻ ആവുന്നത്. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടേതാണ് എങ്കിൽ ഭഗവാൻ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് അവരെ അയക്കുന്നതാണ്. അത് ചിലപ്പോൾ കാർമിക്കായിരിക്കാം, ഇല്ല എങ്കിൽ സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിൽ കൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബാഡ് കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ ഒരിക്കലും ആ ഒരു കർമ്മ ഒരുമിച്ച് ജീവിക്കത്തില്ല. എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരുവാനേ ശ്രമിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ ഡിവോഴ്സോ അല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു കാർമിക് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് പുറത്തു വരണമെന്നേ രണ്ടിലൊരാൾക്ക് തോന്നുകയുള്ളൂ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കണം. ഭഗവാന് വിട്ടുകൊടുക്കുക നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും. ഭഗവാനിൽ വിശ്വാസം വയ്ക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം കോണ്ടാക്റ്റിലുള്ളവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. കോണ്ടാക്റ്റിലുള്ളവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കോണ്ടാക്റ്റിലുള്ളവർ ഒരാൾ മറ്റൊരാളെ മേഡ്ലി ലവ് ചെയ്യുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഒത്തിരി മെമ്മറീസും നിങ്ങൾ ഈ ഒരു ടൈം പീരീഡ് റീകോൾ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഓൾഡ് മെമ്മറീസ് നിങ്ങൾ റീകോൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ സംസാരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് അറേഞ്ച് ആയാലും ലവ് മാരേജ് ആയാലും. ഇതുകൂടാതെ നിങ്ങളിപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ്. ആ ഒരു വ്യക്തിയുമായിട്ട് ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള വ്യക്തി നിങ്ങൾക്ക് ട്രിഗർ തന്നിട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ തമ്മിലുള്ള സംസാരം മതിയാക്കും, കോൺഫിഡൻസ് ലെവൽ 0 ആകും, ഇല്ല എങ്കിൽ നിങ്ങളെ സാക്രിഫൈസ് ചെയ്യും, നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കും. അപ്പോൾ ഇത് എന്തായാലും 6 ദിവസത്തിനുള്ളിലുള്ള ആ ഒരു എനർജിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മാരേജിനെ കുറിച്ച് സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ എനർജി ബാലൻസിലാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി ഈ ഒരു എനർജി നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് റെസൊണേറ്റ് ആകുന്നത് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നെഗറ്റീവായിട്ടുള്ള എനർജിയിലാണ് നിങ്ങൾ രണ്ടുപേരും ഉള്ളത് എന്ന്. കാരണം 99 പോർട്ടൽ എത്താറാകുമ്പോൾ റിലീസിങ്ങിൻ്റെ വൈബ്രേഷനിൽ വരും. അതായത് നമ്മുടെ കൂടെയുള്ള വ്യക്തി കാർമിക്കായിട്ടുള്ള ആളാണ്, ബാഡ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് റിലീസായി പോകും. അതായത് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ, അതെല്ലാം റിലീസായി പോകും. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ കമ്മിങ് 26 അവേഴ്സിനുള്ളിൽ റെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കോളോ മെസ്സേജോ റിസീവ് ആകുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതർവൈസ് സമയം എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലക്കി വൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കോളോ മെസ്സേജോ വരികയുള്ളൂ. ഇവർ ഉറപ്പായിട്ടും വരും, പക്ഷെ കുറച്ചൊന്ന് നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഫാമിലി ഇഷ്യൂവും നിങ്ങൾക്കിടയിലുണ്ട്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇമോഷണലി വളരെയധികം അപ്സെറ്റ് ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും ഇമോഷണലി അപ്സെറ്റ് കാണും, ഇല്ല എങ്കിൽ അവർക്ക് നിങ്ങളോടായിരിക്കാം. പക്ഷേ എന്തായാലും ഈ ഒരു ഇമോഷണൽ അപ്സെറ്റ് കാരണം മൂവിങ് ഓണിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ 24 മണിക്കൂറിനുള്ളിൽ യൂണിയൻ ആവുക എന്നുള്ളത് വളരെ ലക്കി വൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.